അവസാനം PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയാണ് അൻവറിന് അംഗത്വം നൽകി സ്വീകരിച്ചത്. അൻവർ പാർട്ടിയിൽ ചേർന്ന വിവരം സ്ഥിരീകരിച്ച് തൃണമൂൽ കോൺഗ്രസ് ആണ് എക്സിൽ ഫോട്ടോ പങ്കുവച്ചത്. ഇങ്ങ് കേരളത്തിൽ മുഖം തിരിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഒരു മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ് PV അൻവറിന്. ഇനി ദീദിയുടെ ഉപദേശകനായി നേതാവിന് തുടരാം. അതേസമയം അൻവറിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജനക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും TMC എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ PV അൻവർ ആദ്യം DMK-യിലേക്ക് പോകാനായി ശ്രമം നടത്തിയെങ്കിലും DMK താൽപര്യം കാണിച്ചിരുന്നില്ല. അൻവർ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതായി റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ അൻവർ പാലക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പിന്നീട് PK കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിച്ചിരുന്നു. അൻവറിനെ UDF-മായി സഹകരിപ്പിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്നാണ് മുസ്ലിം ലീഗ് അന്ന് പറഞ്ഞത്. അൻവറിനെ UDF-ലേക്ക് എടുക്കണോ എന്നത് സംബന്ധിച്ച മുന്നണി വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. UDF അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി UDF അധികാരത്തിലില്ല. ഇനിയും UDF-ന് അധികാരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കില്ല. അതിനെന്തെല്ലാം ചെയ്യണം അതെല്ലാം UDF ചെയ്യും. അത് ഞങ്ങളുടെ കടമയാണ്. UDF-നെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. അൻവർ മാത്രമല്ല വിഷയം, എല്ലാം UDF ആലോചിച്ച് ചർച്ച ചെയ്യും എന്നാണ് സാദിഖ് അലി തങ്ങൾ അന്ന് പറഞ്ഞത്. പാണക്കാട് എല്ലാവരുടെയും അത്താണിയാണെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. ഇതിനിടയിൽ കോൺഗ്രസ് നേതാക്കളെ കാണാൻ അൻവർ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നുവെങ്കിലും ആരും സമയം നൽകിയില്ലെന്നാണ് വിവരം. അവിടെയും അൻവറിനോട് നേതാക്കൾ മുഖം തിരിച്ചു. പക്ഷേ നേതാവ് അവിടെ പതറിയില്ല. നേരെ പോയി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അതേസമയം നിലമ്പൂർ DFO ഓഫീസ് ആക്രമിച്ച കേസിൽ ഞായറാഴ്ച പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർ അറസ്റ്റിനെ വിമർശിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ പിന്തുണച്ച് എത്തിയതോടെ അൻവർ കോൺഗ്രസിൽ ചേരുമെന്ന ചർച്ചകളും ഉയർന്നിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ കൊൽക്കത്തയിലെ ഓഫീസിൽ വെച്ച് അഭിഷേക് ബാനർജിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തൃണമൂലിലേക്കുള്ള പ്രവേശന സാധ്യത തെളിഞ്ഞു വന്നത്. തൃണമൂൽ പ്രവേശനത്തിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയെ അൻവർ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. പാർട്ടിയിൽ സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് PV അൻവർ പറഞ്ഞു. ജനക്ഷേമത്തിനായി TMC-ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.